ഹായ്, ഗുഡ് ഈവനിങ്. സ്മാർട്ട് കാൻഡിൽസ് യൂട്യൂബ് ചാനലിൽ നിന്നും റിയാസാണ് സംസാരിക്കുന്നത്. മാർക്കറ്റിൽ അപ്ഡേറ്റ് ആയിരിക്കുക എന്നത് നല്ലൊരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഞാനിവിടെ ഡെയിലി മാർക്കറ്റുടയിൽ കൂടി നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളുടെ പെർഫോമൻസാണ്. അത് നിങ്ങൾ എന്നും അറിഞ്ഞിരിക്കുക. ജസ്റ്റ് 5 മിനിറ്റ് കൊണ്ട് ഇത് കാണുക. എന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും. മാർക്കറ്റിൽ പ്രധാന ഇൻഡെക്സ് മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. മറ്റ് ഇമ്പോർട്ടൻ്റ് സ്റ്റോക്ക് വാർത്തകൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. ലേൺ ടുഗദർ ഗ്രോ ടുഗദർ എന്ന ആശയമാണ് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസമായിരുന്നു ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. റിയാലിറ്റി, PSU, ബാങ്ക് ഒഴികെ. പിന്നെ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളറ്റൈലായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. നമുക്ക് ഇത് 5 മിനിറ്റ് കാൻഡിലാണ്. ഇവിടെ നമുക്ക് കാണാം. ഇന്ന് നിഫ്റ്റി ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പണായി. അതിനുശേഷം താഴോട്ട് ഏകദേശം 0.85% ഇടിവ് രേഖപ്പെടുത്തി. അതിന് ശേഷം ഒരു ഹ്യൂജ് റാലിയാണ് നിഫ്റ്റി 50ൽ കാണാൻ പറ്റുന്നത്. ഈ ലോയിൽ നിന്നും ഓൾമോസ്റ്റ് 2.3% റാലി. അവസാനം വ്യാപാരം അവസാനിക്കുമ്പോൾ നിഫ്റ്റി 50 0.98%, 1% നേട്ടം കൈവരിച്ചു. ഇനി മിഡ് ക്യാപ്പ് ഇന്ന് 0.4% അപ്പായിരുന്നു. അതിൻ്റെ റാലിയിൽ തന്നെയാണ് ഇപ്പോഴും കാണാം. സ്മോൾ ക്യാപ്പ് കണ്ടിന്യൂസ് റാലി തുടരുകയാണ്. ഇന്ന് 0.5% പോസിറ്റീവായി ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഒരു സമയത്ത് 8% റാലി രേഖപ്പെടുത്തിയിരുന്നു. അവസാനം ക്ലോസ് ചെയ്ത സമയത്ത് 0.5% പോസിറ്റീവായി ക്ലോസ് ചെയ്തിരിക്കുന്നു. ഏറ്റവും ശക്തമായി മുന്നേറാൻ സഹായിച്ചത് നിഫ്റ്റി ആയിട്ടാണ്. നമുക്കിവിടെ കാണാൻ പറ്റും. 1.95% നേട്ടം കൈവരിച്ചു. നിഫ്റ്റി FMCG 0.5% നേട്ടം കൈവരിച്ചു. ഓട്ടോ ഇൻഡെക്സ് 0.65% നേട്ടം കൈവരിച്ചു. FII DII ഡാറ്റ പുറത്തു വന്നിരിക്കുന്നു. DII 2303 കോടി സെല്ല് ചെയ്തപ്പോൾ FII 8539 കോടി ബൈ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റോക്ക് പെർഫോമൻസ് നോക്കാം. ഇന്ന് നിഫ്റ്റി 50ലെ 41 കമ്പനികൾ പോസിറ്റീവ് ക്ലോസിംഗ് നടത്തിയപ്പോൾ 9 കമ്പനി നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. അതിൽ ടോപ്പ് ഗെയിനേഴ്സിൽ TCS, ഇൻഫോസിസ്, ടൈറ്റാൻ, ട്രെൻഡ്, ഡോക്ടർ റെഡ്ഡി ലാബ്സ് ഇതൊക്കെ കാണാൻ പറ്റുന്നതാണ്. 2 ദിവസത്തെ നെഗറ്റീവ് ക്ലോസിങ്ങിന് ശേഷം ഭാരതി എയർടെൽ ഇന്ന് പോസിറ്റീവ് ഓൾമോസ്റ്റ് 2% അടുത്ത് നേട്ടം കൈവരിച്ചു. അതേപോലെ ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടായിട്ടുള്ളത് ഇൻഷുറൻസ്, ബജാജ് ഓട്ടോ, HDFC ലൈഫ് 1% മുകളിൽ. NSEയിലെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള 1255 കമ്പനികൾ പോസിറ്റീവ് ക്ലോസിംഗ് നടത്തിയപ്പോൾ 1185 കമ്പനികൾ ലോസ് രേഖപ്പെടുത്തി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 13.6% നേട്ടം കൈവരിച്ചു. ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. ഗ്രാഫൈറ്റ് ഇന്ത്യയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനിടയായി. കൂടുതൽ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.